ഉണ്ടായിരുന്നു, വീടിൻ്റെ ചെയ്യുന്ന സെൽഹ വീട്ടുകാർ നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം നമുക്ക് വണ്ടി. എല്ലാവർക്കും നമസ്കാരം. സിലു ടോക്സ്. സിലുവുമായി സംബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിലുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി അവിടെ കസേരയൊക്കെ ചവിട്ടി പൊട്ടിച്ച് കുട്ടികൾ പോലും നിൽക്കുന്ന നോക്കാണ്ട് മൊട്ടം സീന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതേ തുടർന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം സിലുവിനെ വിചാരിച്ചതുപോലെയല്ല, ആ പെൺകുട്ടി മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് അവരുടെ ലൈഫാണ്, അവരങ്ങനെ ഒരു ചോയ്സ് എടുത്തെങ്കിൽ അത് നല്ല കാര്യമായെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ പിരിയുക. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലു ഒരുമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരെയും കുറ്റപ്പെടുത്തി ഒരുമാതിരി രീതിയിൽ സംസാരിച്ചപ്പോഴാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ആ കമൻറ്റ് കൊടുക്കാം. അയാൾ അങ്ങനെ പ്രകോപിക്കാനുള്ള കാരണം കൂടി അന്വേഷിക്കേണ്ടേ, അതായത് ആ വ്യക്തി കസേരയൊക്കെ ചവിട്ടി എറിഞ്ഞ് മൊട്ടം സീന് കാണിച്ചതിനൊരു റീസൺ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു റീസൺ ഉണ്ടെങ്കിൽ, അതും ജെന്യുവനായ റീസൺ ഉണ്ടെങ്കിൽ ആ വ്യക്തി മുന്നോട്ടൊന്ന് പറയണം. ആ വ്യക്തി വേറെ കണ്ടന്റുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, കസേരയും കുറെ ഊഞ്ഞാലും വിറ്റാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് ജെന്യുവൻ റീസൺ ഒന്നും മുന്നോട്ടൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ സ്വന്തം കുട്ടികൾ 4 മക്കൾ അവിടെ കൊച്ചുമക്കൾ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കസേരയൊക്കെ ചവിട്ടി എറിഞ്ഞ് മൊട്ടം പട്ടി ഷോ കാണിക്കുന്നത്. ആ സമയത്ത് ആ കുട്ടികളുടെ ദേഹത്ത് ആ കസേര പോയി വീഴുകയോ കുട്ടികളെ തട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ അതുപോലും ചിന്തിക്കാണ്ട്, കുട്ടികളുടെ മേളിൽ ഒരു കൺസേൺ പോലും ഇല്ലാണ്ടാണ് ആ വ്യക്തി അവിടെ പെരുമാറുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയും, ഓക്കെ, അത് ആ സമയത്ത് ചിലപ്പം സിലുവിൻ്റെ ഭാഗത്ത് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. ആ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് ഫേസ് വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയൽ ഫേസ് എന്താണെന്ന് അവിടെ തന്നെ എക്സ്പോസ് ആയിട്ടുണ്ട്. അതുപോലെ ഇന്റർവ്യൂവിലൊക്കെ തന്നെ സിലുവിനെ ഒന്നും ഈ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് പോലും വാങ്ങി അവിടെ ഇരുത്തി കഴിക്കുന്ന സെറ്റപ്പ് പോലും ഇല്ല, ആളുകൾ കാണുമെന്ന് വെച്ച്, അതായത് ഭാര്യയെ ബാക്കിയുള്ള ആണുങ്ങൾ കാണുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളിലുള്ളത് കൊണ്ടാണ് പാർസൽ അടക്കം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനത്തെയൊക്കെ സെറ്റപ്പിൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ആ വ്യക്തി തന്നെ ഇന്റർവ്യൂവിൽ പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അന്ന് അത് ചിരിച്ചുകൊണ്ട് കാണുകയും, എന്നാൽ ഇന്ന് അതിൻ്റെ ആ ഒരു മറ്റേ സൈഡ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സിലു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ആ 5 മക്കളുടെ വാപ്പയാണ്. ആ ഒരു കൺസേൺ സിലുവും ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അതും എനിക്ക് പല വീഡിയോയിലും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ സിലു സകലമാന വീഡിയോസിലും ദൂരെ കൂടി പല രീതിയിലും ഭർത്താവിനെ കുത്തി പറയുന്നത് കണ്ടപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ സൈഡും കൂടി കേൾക്കണമെന്ന് തോന്നി. എന്നാൽ ആ വ്യക്തിയുടെ സൈഡിലോട്ട് പോയപ്പം ആകെ കഥാകുത അവസ്ഥയിലാണ്. ഇന്ന് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി, ആ വ്യക്തിയുടെ ചാനലാണ്. അതിനു മുന്നേ ഞാനൊരു കമൻറ്റ് വായിക്കാം, എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള മറ്റൊരു കമൻറ്റ്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പ്രശ്നമല്ലേ, ദേഷ്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ലേ, അത് വലിയ വിഷയമാക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡിയാണ് കേട്ടോ ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. അതായത് ഇതൊക്കെ എല്ലാ വീട്ടിലും ആണുങ്ങൾ ചെയ്യുന്നതല്ലേ, കസേര ചവിട്ടി പൊട്ടിക്കുക, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അടിക്കുക, സ്വന്തം ഭാര്യ എടുത്തിട്ട് തല്ലുക, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാ വീടുകളിലും നടക്കുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഈ ഭാര്യമാരെന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ അടിമയാണോ, അതോ ഭർത്താവിന്റെ കൈയൂക്കിനും ആരോഗ്യ ബലത്തിനും അടിയിൽ കിടന്ന് ചവിട്ടും തൊഴിയും കൊള്ളാനുള്ളതാണോ ഈ ഭാര്യ എന്ന് പറയുന്നത്? അവർക്ക് ലൈഫില്ലേ, അവരും ജീവനുള്ളവരല്ലേ? ഈ വീഡിയോ കാണുന്ന എത്ര സ്ത്രീകളുണ്ട് ഭർത്താവിന്റെ ആട്ടും തുപ്പും ചവിട്ടും കൊണ്ട് വീട്ടിൽ വെറും ഗതികെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്ര സ്ത്രീകളുണ്ട്? ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ പുറത്തു പറയാൻ പറ്റാണ്ട് എല്ലാം സഹിച്ചും എല്ലാം ത്യജിച്ചും ജീവിക്കുന്ന എത്രയോ സ്ത്രീകളാണ് ഭർത്താവിന്റെ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും. ഈ സിലു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സഹിച്ചു കാണും. എല്ലാം സഹിച്ച് അവസാനം ഗതി കെട്ടിട്ടായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് ആ വീഡിയോയോട് എനിക്ക് മനസ്സിലായി. കാരണം കസേരയൊക്കെ ചവിട്ടി ഇറങ്ങി മറ്റേ യാറാ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആ വ്യക്തി നമ്മൾ കാണുന്നത് പോലെയും നമ്മൾ വിചാരിക്കുന്നത് പോലെയും അല്ല എന്ന്. ഇനി ആ വ്യക്തിയുടെ ലേറ്റസ്റ്റ് ഞാനൊരു വീഡിയോ കൊടുക്കാം, നിങ്ങൾക്കുള്ള മറുപടിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗഫൂറിക്ക മാസ് മറുപടിയുമായി റിയാക്ട് ചെയ്യുന്നു എന്നാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ കാര്യമായിട്ട് ഉണ്ട്, ഗഫൂറിക്ക മാസ് മറുപടിയുമായി റിയാക്ഷൻകാരോട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട്. അപ്പം ഞാൻ വിചാരിച്ച് തള്ള എന്തോ കാര്യമായിട്ടുണ്ട്, ഇങ്ങേര് ഇതിനെല്ലാം മറുപടിയായിട്ടാണ് മുന്നോട്ട് വന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ മറുപടിയല്ല അങ്ങേരിട്ടത്. അങ്ങേര് ഇന്നും കസേരയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ കോമഡി, കസേരയും കൊണ്ട് വന്നിട്ട് ഒരു കുടുംബത്തിന് ദാനമായിട്ടൊരു കസേര കൊടുക്കുന്നു.
ആ കുടുംബം കസേരയൊക്കെ വാങ്ങിച്ചിട്ട് പൊട്ടിക്കരയുന്നു. 2500 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വില കുറച്ച് വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ 2500 രൂപയ്ക്ക് കസേര കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു 2500 രൂപയുടെ കസേര കിട്ടി ആ അത്രയും വില കുറച്ച് എങ്ങനെ കൊടുക്കുന്നു, അതിൽ ആർക്കോ ആദ്യമായിട്ട് ദാനം കൊടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. ദാനം കൊടുത്താൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ സ്ത്രീ ഒന്ന് പൊട്ടിക്കറിയുന്നു, ഞങ്ങൾക്ക് ഒരു കസേര പോലത്തെ ആ ഒരു സെറ്റപ്പ് ടോക്ക് എനിക്ക് എന്തോ ഒരു മിസ്സിങ് അടിച്ച്. അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഇപ്പം നിൽക്കുന്ന നിലവിലത്തെ ആ ഒരു കോൺട്രവേഴ്സിയിൽ ഈ വ്യക്തി ഏറിപ്പോയല്ലോ. ആ സ്ഥിതിക്ക് ഭാര്യ ഭാഗത്ത് ശരിയാണ്, ഇങ്ങേരാണ് ഉടായിപ്പെന്ന് നാട്ടുകാർ കണ്ടു തുടങ്ങി. ആ സ്ഥിതിക്ക് ഇങ്ങേരെ കുറിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചാരിറ്റി നടത്തിക്കൊണ്ടാകാമെന്നായാലും അതുകൊണ്ട് എനിക്ക് എവിടെ ഒരു പന്തി കേട് തുടങ്ങി. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്വാഗതം. നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പണി ഗഫൂറൊക്കെ നിങ്ങൾ ഇന്ന മാസ്. ഓ എന്താ കാരുണ്യം. ഓക്കെ, ഒരു ഊഞ്ഞാല് പോലും കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഓർഡർ വന്ന് കാണും. കാരണം അത്രയ്ക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ ചവിട്ട് നാടകം കണ്ടപ്പോൾ മതിയായി, വാങ്ങണ്ട. ഓക്കെ, നിങ്ങളുടെ ഊഞ്ഞാല് കഥ കേൾക്കണ്ട. അപ്പം നേരെ അടുത്ത വിഷയത്തിലോട്ടാണ്. കാശില്ല ആ ഒരു സെറ്റപ്പ് കേട്ടോക്കെ. അതായത് ഒരാൾ കോണ്ടാക്ട് ചെയ്ത കേസാണ് പറയുന്നത്. ഓക്കെ, ജീവിക്കാൻ തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരാൾ ഗഫൂർക്കെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ട് മനസ്സലിഞ്ഞ് ജീവിക്കാൻ വഴിമുട്ടി നിൽക്കുമ്പോൾ ഊഞ്ഞാൽ വാങ്ങാനാ? എനിക്കത് മനസ്സിലാവുന്നില്ല. വോട്ടവർ അങ്ങനെ അത്രയും വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഗഫൂറൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഗഫൂറൊക്കെ ഊഞ്ഞാൽ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. എന്തോ നന്മ വരെ എനിക്ക് കുറച്ച് കൂടിയതുപോലെ തോന്നി. ഓക്കെ, അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് ഊഞ്ഞാൽ മേടിക്കാനായിട്ട്. ഒക്കെ ഒരു ഊഞ്ഞാല് കിട്ടിയ സന്തോഷത്തിലാണ് ആ ലേഡി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കത് എന്തോ പോലെ തോന്നിയില്ലേ. സംഭവം ജീവിക്കാൻ പോലും വഴിയില്ല, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിൽ പോകുന്നൊരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫർ കൊടുക്കുന്നത് ആഹാരം അല്ലെങ്കിൽ പഠന ചെലവ് കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം. പക്ഷേ ഗഫൂർക്കയുടെ ഒരു ഊഞ്ഞാല് കിട്ടിയപ്പം പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു എന്നുള്ള സാധനം അടിച്ച് എനിക്ക് എവിടെയോ ഒരു നാടകം പോലെ ഫീൽ ചെയ്തു. ഇതിപ്പോൾ അഭിനയിപ്പിച്ച ആളെ കൊണ്ടുവന്നെന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല, പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നി. ഓക്കെ, ഗഫൂർക്കെ വിളിച്ചപ്പം ഗഫൂർക്കയ്ക്ക് മനസ്സിലായി ഇവർ ഭയങ്കര ദുരിതത്തിലാണ്. അതുകൊണ്ട് ഗഫൂർക്ക് ഒരു ഊഞ്ഞാൽ കൊടുത്ത് സഹായിക്കാന്ന് ചോദിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ സ്വന്തം വീട്ടിലെ കസേര അടക്കം ചവിട്ടിപ്പൊട്ടിച്ചെടുത്ത് എറിയുന്ന ഗഫൂർക്ക ഒരു ഊഞ്ഞാൽ ദാനം ചെയ്തുകൊണ്ട് നന്മമരമാകുന്നു. ആ ബലെ ബെസ്റ്റ്. കൊടുക്ക് ഊഞ്ഞാൽ എന്നെ കൊടുക്ക്. സ്വന്തം വീട്ടിലെ കസേരയും തല്ലി പൊട്ടിച്ചിട്ടാണ് ഊഞ്ഞാൽ കൊടുത്ത് വലിയ നന്മമരം ആയി മാറിയത് നമ്മുടെ ഗഫൂർക്ക. ഇതിപ്പോൾ ആൾക്കാർ ചോദിക്കും സ്വന്തം മക്കളെ നേരെ തിരിഞ്ഞ് നോക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ മക്കളാണ്. പക്ഷെ മറ്റൊരു കുട്ടിക്ക് ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൊണ്ട് സഹായിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ വല്ലതും പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു താത്താക്ക് ഊഞ്ഞാല് ഫ്രീ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവരും ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ താത്താന്റെ കഷ്ടങ്ങളൊക്കെ മനസ്സിലായി സംസാരിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ കൊടുത്തത്. ഊഞ്ഞാലും കാര്യങ്ങളും ഫ്രീ കൊടുത്ത് അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട് ഈ വീട്
മക്കൾക്ക് കൊടുത്തുകൂടെ എന്തിനാ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ, സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും, വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നത്. വേറെ പ്രത്യേക കാരണം നമ്മള് 20 ഓക്കെ അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഇത് നിൽക്കട്ടെ. പക്ഷെ ഒരു ഊഞ്ഞാലില്ലാതെ കരഞ്ഞ താത്തേനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ആ താത്തക്ക് ഊഞ്ഞാൽ കിട്ടിയപ്പം വന്ന സന്തോഷം എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഗഫൂർക്ക അതെന്ത് എനിക്കത് തലേന്ന് പോകുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. സ്ഥലം സെലിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ക്യാഷ് വേണ്ട. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവിന് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ പോരാത്തതിന് വീട്ടിലെ ചെലവെല്ലാം ഗഫൂറൊക്കെ തന്നെയാണ് നോക്കുന്നത്. എല്ലാം ഗഫൂറൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പോരാഞ്ഞിട്ട് വരുന്നതിന് മുന്നേ വാങ്ങിച്ചു വെച്ച കസേരയൊക്കെ ചൊട്ടിപ്പൊട്ടിച്ച് എന്തിന് ഗഫൂറൊക്കെ നാളെ പരിപാടിയും കാണിച്ചിട്ട് ന്യായീകരിക്കണം. ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരിക്കലും മാറ്റില്ല, അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ നന്മ മരത്തിനെ കണ്ടിട്ട് ഞാൻ ഒരു നിമിഷം ആ സെലൂനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ. കാണുമ്പോൾ തന്നെ വിഷമം തോന്നും. നിങ്ങളെ നന്മമരം നിപ്പും ആ സംസാരം വായിക്കാത്തുന്ന ആ ഉള്ളിന്ന് സൗണ്ട് വരാത്ത ആ ഒരു സംസാര രീതിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു പോകും. സമ്മതിക്കണം കേട്ടാ, സമ്മതിക്കണം. അല്ലെങ്കിൽ ഈ നന്മമരം നുക്കുള്ള എല്ലാം ഉട്ടായ്പകളാണ്. പാവം സിലു എന്തൊക്കെ അനുഭവിച്ച് കൂട്ടിയെന്തോ. ഒന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല. ഗഫൂറൊക്കെ പറ. യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലേ എന്നെ വരുത്തിയതാണ്. പിന്നെ ആര് പറഞ്ഞു വന്നതല്ല വരുത്തിയതാണെന്ന്? ആര് വരാൻ പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞോ? വിളിച്ചു പറഞ്ഞു ആരെങ്കിലും? യൂട്യൂബിൽ വാ ഗഫൂർക്കാന്ന്. എൻ്റെ പൊന്നെണ്ണ തള്ളി മറിക്കാതെ മതി. തള്ളലൊക്കെ നമ്മൾ കണ്ട് കസേര എടുത്ത് ചവിട്ടി എറിയുന്നത്. അത് സാമ്പിൾ വെടിക്കിട്ട്. ഇതിന്റെ പീക്ക് ലെവൽ കാര്യങ്ങൾ വേറെ വീട്ടിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പേര് പറയും, ഓ അത് സംഭവം സാധാരണ നടക്കുന്നതാണ്, വീടുകളാകുമ്പോൾ നടക്കും. അതൊക്കെ ചിലവരിങ്ങനെ അടിമ കണക്കിന് കിടന്ന് അടിയും തൊഴിയും ചവിട്ടും ഒക്കെ കൊണ്ട് കിടക്കും. അങ്ങനെ കിടക്കുന്നവരുടെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അതാണ് ഇഷ്ടം, അങ്ങനെ തന്നെ കിടന്നോ കേട്ടാ. ചവിട്ടോ അടിയൊക്കെ വഞ്ചി ചത്തുവോ? എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു കമന്റ് എന്റെ നാളെ 9 മണിക്കൊരു ക്ലാസ് ഉണ്ട് യൂട്യൂബിനെ കുറിച്ചിട്ട് കേട്ടാ. ഈശോ ഒന്നും അറിഞ്ഞൂടാ, ചുക്കിട് വാവ ഒന്നും അറിഞ്ഞൂടാ, കസേര ഒട്ടിപ്പിടിക്കാൻ മാത്രമേ അറിയാവൂ. വാട്സപ്പില് സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും GP നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല. അത് അവസ്ഥ. പിന്നെ വരുന്ന വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഒക്കെ പഠിച്ചു വരുമായിരിക്കും. അപ്പൊ അതിന്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. പിന്നെ ബാക്കി എല്ലാവരും പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് വേറുള്ളവരുടെ വോയിസ് എല്ലാം കൊണ്ടുവരണം. എല്ലാവരും ഓൺ വോയിസ് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെണ്ണ എന്തുവാ തള്ളി മറിക്കുന്ന. ഇങ്ങനെ നിഷ്കളങ്കത വാരി അറിയില്ലേ. കസേര ഒട്ടണ കണ്ട്, കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ട്, അതുപോലെ തന്നെ കസേര ചൊട്ടണ ഞാൻ കണ്ട്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടു കേട്ടോ. ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ പഞ്ചായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ എന്താ ഗീരവത്തിനാണ് വന്നത്? ഇത് സകലമാന ഉടായ്പകളുടെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ വരുമാനത്തിനാണ് വീഡിയോ ചെയ്യണം, അല്ലാതെ എനിക്ക് മറ്റേ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കിണറൊഴിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായേ? പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതുപോലെയാണ് അണ്ണൻ്റെ പറച്ചിൽ. ഞാൻ വരുമാനത്തിന് വേണ്ടിയല്ല വന്നതെന്ന് കീരവത്ത്. പിന്നെ എന്തിന് മോണിറ്റൈസേഷൻ ഒന്നും ഓണാക്കല്ലേ, അപ്ലൈ പോലും ചെയ്യില്ല കേട്ടാ. കാണണം അതൊക്കെ. എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിന്റെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ കടങ്ങളൊന്നുമില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, വീടിന്റെ സെൽഹ വീട്ടുകാർ നിങ്ങൾക്ക് അറിയാം. പിന്നെ 10-40 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കി വെച്ച കടം തീർത്തു. ആര്? സിലു. അതും പുറത്ത് വരുന്നുണ്ട്, കമന്റുകളൊക്കെ കണ്ടായിരുന്നു. വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാധനം വിൽക്കേണ്ടതൊന്നും കട വെച്ച് വിൽക്കണം, അല്ലെ ഓയിലക്സ് ഇട്ട് വിൽക്കണം, അല്ല യൂട്യൂബിൽ വന്നല്ലേ വിൽക്കേണ്ട. നന്മ വരാൻ കളിക്കണം. ഞാനിവിടെ പൈസയ്ക്ക് വേണ്ടിയല്ല വന്നത്. അപ്പൊ മോണിറ്റൈസേഷൻ ഓൺ ആക്കല്ലേ കേട്ടല്ലോ. അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെ. റിയാക്ഷൻ ആയിട്ട് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കവുമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കിട്ടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലും വീഡിയോ പോകുള്ളൂ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സെലിയ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സെലിയ പോലും പറഞ്ഞിട്ടില്ല.
ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു ഓക്കെ, നിങ്ങൾ ഡിവോഴ്സ് ആയില്ല, സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ട്. അണ്ണ കസേര വിട്ട് പൊട്ടിച്ചതിന്റെ കഥ പറയുന്നില്ല, അതെന്താ പറയാത്ത പറ, അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കും. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. ഒരുപാട് ആൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സായി സാറ്, പിന്നെ അത് നമ്മുടെ കൈസ്, അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്ര അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക. കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. അണ്ണാ ഇന്നത്തെ വീഡിയോ കിട്ടും. അണ്ണൻ തിരിച്ചടിക്കാനുള്ള വകുപ്പായിട്ട് വരുന്നുണ്ട്. നല്ല കാര്യമാണ്, വരണം, മുന്നോട്ട് വരണം, തിരിച്ചടിക്കണം, അണ്ണൻ അടിക്കണം. ഇങ്ങനെ പാപോലേക്കില്ല, അണ്ണ എന്തായാലും തിരിച്ചടിക്കാൻ നമുക്ക് മനസ്സിലായി, നല്ലപോലെ അടിക്കുന്നുണ്ടെന്ന്. അപ്പോ അടുത്ത നല്ല ഓഫറുമായിട്ട് വരാം. ഓഫറോടെ ആയിക്കട്ടെ, ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് കൊടുക്കാം കേട്ടോ. എന്ത് തന്നെ തെറ്റുണ്ടെങ്കിലും ഭാര്യയെ ഉപദ്രവിക്കുന്നത് ഒരു ഉത്തമ പുരുഷന്റെ ലക്ഷണമല്ല. അതിന് ലൈക്കും ഗഫൂറൊക്കെ അടിച്ചിട്ടുണ്ട്. അയ്യോ, ഭാര്യ ഉപദ്രവിക്കുന്നതും വീട്ടിൽ കിടന്ന് ഈ അലങ്കോല പരിപാടി കാണിക്കുന്നതും വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുന്നതും ഒരിക്കലും എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും വയലന്റ് ആവുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വൈഫിന്റെ കാര്യത്തിനേക്കാളും ആ കുട്ടികളുടെ മനസ്സ് എത്രത്തോളം ഹർട്ടാവുമെന്നും ആ കുട്ടികളെ ഏത് തരത്തിലുള്ള ട്രോമയിൽ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാകും. ഗഫൂർ ബായ് ഉണ്ടാ. നിങ്ങൾ വയലൻസ് ഒക്കെ ആടിച്ച് പൊളിച്ച് കസേരയൊക്കെ ചവിട്ടിപ്പറക്കി എറിയുന്നു. ആ പിഞ്ച് മനസ്സിൽ അത് എത്രത്തോളം വലിയൊരു ട്രോമോ, ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? പിന്നെ സിലു, അവൾ എന്തുമാത്രം മാനസികമായിട്ട് ആ സമയം തളർന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പറയാൻ വേറെ ന്യായീകരണം കാണും. ഇനി നിങ്ങൾ തമ്മിൽ നിയമപരമായിട്ട് വേറെ പിരിഞ്ഞിട്ടില്ല, ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നുണ്ട്, പറഞ്ഞ് തീർത്തൊന്നിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് തീർത്തൊന്നിക്കുക, നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആ ഒരു പ്രവൃത്തി CCTV ഫുട്ടേജ് കണ്ടതിന് ശേഷം എനിക്ക് നിങ്ങൾ അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നിങ്ങൾ അമ്മാതിരി പേക്കൂത്താണ് അവിടെ കാണിച്ചിട്ടുള്ളത്. കൊച്ചു കുട്ടികൾ നിൽക്കുന്നു എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ടാണ് നിങ്ങൾ അവിടെ പെരുമാറുന്നത്. ആ കുട്ടികളുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇത് ഒരു വട്ടമല്ല, അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് സിലു നിങ്ങളെ വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കുന്നത്. നിങ്ങൾ ആ കുട്ടികളുടെ വാപ്പ എന്നുള്ള ഒരൊറ്റ കൺസേൺ ആണ് സിനു നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ ഇതിനു മുന്നേ വലിച്ചു കയറി ഒട്ടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടാ. ഇനി വേറെ കമന്റ് വായിക്കാം. ഊഞ്ഞാലില്ലാതെ കരഞ്ഞ ആ താത്താക്ക് ബിഗ് സല്യൂട്ട്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. ഊഞ്ഞാലില്ലാതെ ഒരു താത്ത കരയുന്നുണ്ടായിരുന്നു, താത്താക്ക് ബിഗ് സല്യൂട്ട്. ഫുഡ് ഇല്ലാഞ്ഞിട്ട് കരയാണെങ്കിൽ ഓക്കെ, ഇത് ഊഞ്ഞാലില്ലാഞ്ഞിട്ട് കരയുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്തോ ഒരു ക്രിയേറ്റഡ് സ്റ്റോറി പോലെ എനിക്ക് തോന്നി. ഊഞ്ഞാലില്ലാഞ്ഞിട്ട് കരയുന്നു, ഊഞ്ഞാൽ കിട്ടിയ സന്തോഷത്തിൽ കരയുന്നു. എന്തോന്നിടേ ഇത്? ഒരു തടിയെടുത്ത് 2 കയറും കെട്ടി ഒരു മാവിൽ കെട്ടി തൂക്കിയിട്ടാൽ മതിയല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനലിന്റെ സൈഡിലും കെട്ടി തൂക്കിയിട്ടാൽ മതിയല്ല. ഏതായി? ഊഞ്ഞാലായി. അയ്യോ, ഗഫൂറുക്കയുടെ ഊഞ്ഞാലില്ലാഞ്ഞിട്ട് കരയുന്ന ഒരു താത്ത, ഗഫൂറുക്കയുടെ ഊഞ്ഞാൽ കിട്ടിയപ്പോൾ സന്തോഷിക്കുന്ന താത്ത, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ഭാര്യയെ മക്കളെ നന്നായി നോക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ. കറക്റ്റ് അല്ലേ? നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ നാട്ടുകാരെ കാണിച്ച് വലിയ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തം കുടുംബം ആദ്യം നന്നാക്കണം. സ്വന്തം കുടുംബത്തിൽ ഭാര്യയും മക്കളെയും ആദ്യം സ്നേഹിക്കണം. അവരുടെ കണ്ണുനീര് ആദ്യം തുടയ്ക്കണം. അവരുടെ കണ്ണിൽ നിന്നും താൻ കാരണം ഒരു കണ്ണുനീര് വരാതെ നോക്കണം. അതിനുശേഷം നാട്ടുകാരെ സഹായിക്കാനും പഞ്ചായത്ത് നന്നാക്കാനും താത്താക്ക് ഊഞ്ഞാൽ കൊടുക്കാനും ഇറങ്ങിത്തിരിക്കുക കേട്ടാ. ഗഫൂറുക്ക വലിയ നന്മ മരം അങ്ങോട്ട് നിൽക്കുക. ഇത് ഇവർ തമ്മിൽ ഒത്തുകളിയാണ് എന്നും ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ റിപ്ലൈസ് നോക്കട്ടെ കേട്ടാ. ആയിരിക്കും, യൂട്യൂബർമാരെ വിശ്വസിക്കാൻ പറ്റില്ല, എനിക്കും തോന്നി. അങ്ങനെ വല്ലതും ആണെങ്കിൽ എൻ്റെ പൊന്നും മക്കളെ, പിന്നെ ഞാൻ ഒരു വര കൂടി അങ്ങ് വരും. ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നു. ഓക്കെ, അള്ളാഹു ഇവരുടെ ഇടയിൽ വന്നിട്ടുള്ള പ്രശ്നം വേഗം മാറി അവരുടെ മക്കളെയും കൂട്ടി ഒരുമിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് കാണിക്കണമേ ആമീൻ. ഐക്യം നിലനിർത്തി കൊടുക്കണേ ആമീൻ. എല്ലാ തെറ്റും പരസ്പരം പുറത്ത് ആ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല രീതിയിൽ ഒന്നിച്ച് പോവുക. അങ്ങനെ ഞാൻ പറയത്തില്ല കേട്ടോ. ഇപ്പൊ എല്ലാ തെറ്റുകളും പുറത്ത് ഇനി ഇതുപോലെ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് ഇനിയും ഒന്നിച്ചിട്ട് വീണ്ടും ഇതേപടി ആവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും സിലു ക്ഷമിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരൊറ്റ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ള വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് കണക്ട് ചെയ്യും. അമ്മാതിരി അവരാതൊരിക്കും കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാമ്പിൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മളെ കിളി പറന്ന്.
അപ്പൊ ഗഫൂർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്മമരമല്ല എന്നും ഗഫൂറിന് വേറൊരു തനി ഗുണമുണ്ടെന്നും വ്യക്തമായിട്ട് മനസ്സിലായി. ആ പെണ്ണ് എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേട്ടാ, നന്മമരമാവാൻ നോക്കുകയാണ്, റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതെ, നന്മമരം കളിക്കുകയാണ്. ഊഞ്ഞാലില്ലാതെ കരഞ്ഞ താത്താൻ എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. ഗഫൂറുക്ക സൽഹാനെയും മക്കളെയും ഒരുമിച്ച് ജീവിക്കൂ. ഗഫൂറുക്ക നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. തനിക്ക് കടകളൊക്കെ സിലു കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതല്ലേടാ. ആ മക്കളുടെ മുന്നിൽ വെച്ച് നീ ചെയ്ത ഗുണ്ടായുസം നാട്ടുകാർ കണ്ടു. അതെ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഇക്ക നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ഓക്കെ ഇക്ക, നിങ്ങൾക്ക് സൽഹയെ പിരിയാൻ പറ്റില്ല. സൽഹയ്ക്ക് നിങ്ങളെയും രണ്ടാളെയും കണ്ടാൽ അറിയാം ഉള്ളിൽ വിങ്ങൽ ഉണ്ട് എന്ന്. പ്ലീസ് ഒരുമിച്ച് ജീവിക്കൂ. അതായത് വിങ്ങൽ കാണും. സൽഹയ്ക്ക് ഇപ്പോഴായിരിക്കും ഒരു ആശ്വാസം വീഴുന്നത്. കാരണം ഞാൻ കണ്ടതാ വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ പൊന്നെണ്ണ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരൊക്കെ നിൽക്കുന്നു. ആ പിള്ളേരുടെ മനസ്സെങ്കിലും, ആ കുട്ടികളുടെ ഇതെങ്കിലും ആലോചിച്ചൂടെ. എത്രയോ അച്ഛനും അമ്മയും ചില വീടുകളിൽ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ അവരുടെ മക്കൾ അത് കാണുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് നിർത്തി മക്കളെയൊക്കെ എടുത്ത് തലോടി ആ ഒരു സെറ്റപ്പിലേക്ക് നിൽക്കും. കാരണം കുട്ടികളുടെ ആ ഒരു മൈൻഡിൽ ഈ സാധനം കയറരുതെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ്. ആ കൊച്ചു കുട്ടികളെ നിർത്തിക്കൊണ്ടാണ് ഈ തോന്നിവാസം ഗഫൂർ അണ്ണൻ കാണിച്ചത്. അത് അംഗീകരിക്കാൻ പറ്റൂല. ഇത് കണ്ട് ചിരിയും അതുപോലെ സഹതാവും തോന്നുന്നു. താത്തയ്ക്ക് ഫ്രീ കൊടുത്ത് ഭാര്യ നല്ല ഡയലോഗുമായിട്ട് വരും. തയ്യാറായിരുന്നോ? അതെ, താത്താക്ക് ഊഞ്ഞാലില്ലാണ്ട് കഷ്ടപ്പെടുമായിരുന്നു. പെട്ടെന്നാണ് ഗഫൂറൊക്കെ കണ്ടതും ഗഫൂറൊക്കെ ഊഞ്ഞാൽ കൊടുത്തത്. ഓ, താത്താക്ക് പിന്നെ കിട്ടിയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നും പറയാനില്ല എൻ്റെ പൊന്നെണ്ണ. ഈ സാമ്പത്തിക തകർച്ചയുള്ള സമയത്തും ഒരാളെ സഹായിക്കാൻ കാണിച്ച മനസ്സ് അത് സമ്മതിച്ചോ മതിയാവും. പിന്നെ അയാൾക്ക് സാമ്പത്തിക തകർച്ചയില്ല എന്നല്ലേ പറഞ്ഞേ. എൻ്റെ പൊന്നെണ്ണ, ഊഞ്ഞാൽ കൊടുത്താണോ നന്മമരം ആകുന്നത്? സീരിയൽ കാണാൻ വെയിറ്റിംഗ് പോലെയാണ് ഇപ്പോൾ ഇവരുടെ വ്ളോഗ്. ഒരാളുടെ ലൈഫ് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് ഭാഗത്ത് തെറ്റൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് രണ്ടുപേരെയും കല്ലെറിയണ്ട. രണ്ടുപേരെയും ഞാൻ കല്ലെറിയാണ്ട് ന്യൂട്രലായിട്ട് വീഡിയോ ചെയ്ത് പോയതാണ് ഞാൻ. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഗഫൂർക്ക നല്ലവനാണെന്നും സൽഹയാണ് കുറ്റക്കാരിയെന്ന് എനിക്ക് തോന്നി. കാരണം സൽഹയുടെ അഹങ്കാര വർത്തമാനമാണ് എന്നെ ആ ഒരു ചിന്തയിലോട്ട് നയിച്ചത്. പക്ഷേ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് സൽഹയല്ലടേ, സൽഹ വെറും പാവം. ഗഫൂറൊക്കെയായിരുന്നു മാസ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കണ്ടാ പറയോ ഇവ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ആ ഒരു സെറ്റപ്പായിരുന്നു ഗഫൂറുക്ക. എന്തായാലും ഗഫൂറുക്കയുടെ തനിക്കോണം നാട്ടുകാരറിഞ്ഞു. ഗഫൂറുക്ക ഊഞ്ഞാലും ദാനം ചെയ്തും കൊണ്ട് നന്മമരം കളിച്ചു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ. ഇത്രയും നന്മമരമായിരുന്നു അല്ലേ ഗഫൂറുക്ക. ആദ്യം സ്വന്തം ഭാര്യയുടെ മക്കളുടെ കണ്ണിലെ കണ്ണുനീര് തുടക്കി, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാനും നാട്ടുകാരെ സഹായിക്കാനും ഇട്ട് ഇറങ്ങി. അന്തസ്സുണ്ട് കേട്ടോ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കുമ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി വീഡിയോ ചെയ്യാണ്ടിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ. ചെയ്യേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവുന്നത് വലിയ താല്പര്യമുള്ള കേസല്ല. പിന്നെ എനിക്ക് കുറച്ചു പേരൊക്കെ അയച്ചു തന്നു. അതിൽ നീ ഇത് കണ്ടില്ലേ അവരിങ്ങനെ പറയുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കമന്റ് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.